A warm welcome to SK's Brainary. Smash your skills with SK's. ഇന്ന് നാം എടുക്കാൻ പോകുന്നത് +1 സുവോളജിയിലെ ആനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററാണ്. ചാപ്റ്ററിലെ പാർട്ട് 1 ലെക്ചർ വീഡിയോ ആണ് ഇത്. എസ്കേസിൻ്റെ കൂടുതൽ വീഡിയോകൾ അപ് ടു ഡേറ്റ് ആയി നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് us have a look at this collage. മില്യൺസ് ഓഫ് ആനിമൽസ് ആണ് ആനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത്രയും മെമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാൻ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. ആൻഡ് there arises the need for classification and there arises the 11 phylum. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് നോക്കണം. അതായത് കണ്ടന്റ് of the chapter. First of all, we have to study about the basis of classification. അതായത് ഓർഗാനിസത്തിനെ എന്തൊക്കെ ക്രൈറ്റീരിയയുടെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് എന്നാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് പോറിഫെറ, സീലൻട്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആസ്കെൽമിന്തസ്, ആൻറ്റിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമാറ്റ, ഹെമികോഡാറ്റ ആൻഡ് കോഡാറ്റ, ഈ 11 ഫൈലത്തെക്കുറിച്ചും നമ്മൾ പഠിക്കും. ഒന്നും കൂടെ പറയാം, ഈ ഫൈലത്തിൻ്റെ പേരാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. പോറിഫെറ, phylum Coelenterata or Cnidaria, Ctenophora, Platyhelminthes, Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata and Chordata. അപ്പോൾ ആദ്യം നമുക്ക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക്. പ്രധാനമായിട്ടും 8 ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഓർഗാനിസം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. The first one is the level of organization. Then cell arrangement, body symmetry, coelom or body cavity, presence or absence of the segmentation, notochord and the circulatory and digestive system. Now we are going to study about the level of organization. നമുക്കറിയാം കിങ്ഡം അനിമാലിയിലുള്ള എല്ലാ മെമ്പേഴ്സും മൾട്ടി സെല്ലുലാർ ആണ്. എന്നിരുന്നാലും ഇവരുടെ സെൽ ഓർഗനൈസേഷൻ്റെ പാറ്റേണിലുള്ള ഡിഫറൻസ് ബേസ് ആക്കിയിട്ട് ഇവർ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗാൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇൻ ദ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സെൽസ് ആർ പെർഫോമിംഗ് ദ ഫങ്ഷൻ ഓഫ് ദി ബോഡി. ഫോർ എക്സാമ്പിൾ, പോറിഫെറ പോലുള്ള ഓർഗാനിസംസ്, സ്പോഞ്ചസ് ഒക്കെ ഉൾപ്പെടുന്ന ഫൈലാണ് പോറിഫെറ. ഈ പോറിഫെറയിലുള്ളവർക്ക് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ആയിട്ടാണ് അവരുടെ ബോഡി കാണുന്നത്. അപ്പോൾ ഈ സെൽസാണ് അവരുടെ ബോഡി ഫങ്ഷൻസ് മുഴുവനായിട്ടും പെർഫോം ചെയ്യുന്നത്. ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെൽസിൻ്റെ കോമ്പിനേഷനാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂസ് ബോഡി ഫങ്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസംസും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടും. ഫോർ എക്സാമ്പിൾ സീലൻഡറേറ്റ ആൻഡ് ടീനോഫോറ. ടിഷ്യൂസിൻ്റെ കോമ്പിനേഷനാണ് ഓർഗാൻ. ഓർഗാൻസ് ബോഡി ഫങ്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഗാൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ്. ദെൻ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓർഗാൻസിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും ഒന്നിച്ച് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇതിൽ പെടും? ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടും. അതായത് ഫൈലം ആസ്കെൽമിന്തസ് മുതൽ അന്നലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമാറ്റ ആൻഡ് കോഡേറ്റ്സ്, also hemichordata are included in the organ system level of organization. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. സെല്ലുലാർ, ടിഷ്യൂ, ഓർഗാൻ സിസ്റ്റം. ഫൈലം പോറിഫെറ സെല്ലുലാർ ലെവൽ, സീലൻഡറേറ്റ ആൻഡ് ടീനോഫോറ ടിഷ്യൂ, പ്ലാറ്റിഹെൽമിന്തസ് ഓർഗൻ, അവിടെ നിന്ന് അങ്ങോട്ട് ഓർഗാൻ സിസ്റ്റം. നന്നായി മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെൽ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ആക്കിയിട്ട് ഓർഗാനിസംസ് 2 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്. അപ്പോൾ പേര് പോലെ തന്നെ സിമ്പിളാണിത്. ഡിപ്ലോ എന്ന് പറഞ്ഞാൽ 2 ആൻഡ് ട്രിപ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.
The animals in which cells are arranged in two embryonic layers are called diploblastic organisms. And the animals in which cells are arranged in three layers are called triploblastic. അപ്പോൾ ഈ ഡിപ്ലോബ്ലാസ്റ്റിക്കിന് നമ്മൾ പറഞ്ഞു 2 എംബ്രിയോണിക് ലെയേഴ്സ് ആണുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഈ എ എന്നുള്ള ഫിഗർ നോക്കാം. ദിസ് ഈസ് ദ ഔട്ടർ എക്ടോഡേം ആൻഡ് ദിസ് ഈസ് ദ ഇന്നർ എൻഡോഡേം. ഇതിനിടയിലായിട്ട് ഒരു പിങ്ക് കളറിൽ കാണുന്ന ഇതാണ് മീസോഗ്ലിയ എന്ന് പറയുന്നത്, വിച്ച് ഈസ് എൻ അൺഡിഫറൻഷ്യേറ്റഡ് ലെയർ. അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ഹാവ് ഔട്ടർ എക്ടോഡം ആൻഡ് ഇന്നർ എൻഡോഡം ആൻഡ് ഹാവ് എൻ അൺഡിഫറൻഷ്യേറ്റഡ് ലെയർ കോൾഡ് മീസോഗ്ലിയ. നെക്സ്റ്റ് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. Animals in which cells are arranged in 3 layers are called triploblastic. The outer ectoderm ഇതാണ്, ആൻഡ് ഇവിടെയുള്ളതാണ് മിഡിൽ മീസോഡം എന്ന് പറയുന്നത്, ഇതാണ് ഇന്നർ എൻഡോഡം എന്ന് പറയുന്നത്. Phylum Porifera, Coelenterata and Ctenophora are included in the diploblastic organisms. And Platyhelminthes മുതൽ കോഡൈറ്റ വരെയുള്ള എല്ലാ ഓർഗാനിസംസും എല്ലാ ഫൈലവും ട്രിപ്ലോബ്ലാസ്റ്റിക്കിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം. പോറിഫെറ, സീലൻഡറേറ്റ ആൻഡ് ടീനോഫോറ ഡിപ്ലോബ്ലാസ്റ്റിക്കും അതിനുശേഷമുള്ളവരൊക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക്കും. അപ്പോൾ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബോഡി സിമെട്രി ആണ്. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ്, അതായത് ആകൃതി എന്നാണ് അർത്ഥം. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ ആകൃതി ബേസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഷേപ്പ് ബേസ് ആക്കിയിട്ട് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: എ സിമെട്രിക്, റേഡിയൽ സിമെട്രിക് ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ ബയോളജിയിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻ്റ് എന്നാണ് അർത്ഥം. സോ എ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രി ഈസ് ആബ്സെൻറ്റ്. നമുക്ക് നോക്കാം. എ സിമെട്രിക് ഓർഗാനിസത്തിൽ വി കനോട്ട് ഗെറ്റ് ഈക്വൽ ഹാഫ്സ്. അപ്പോൾ ഇതൊരു പോരിഫെറ ഫലത്തിൽ ഉൾപ്പെട്ട ഒരു സ്പോഞ്ചാണ്. ഈ സ്പോഞ്ചിൽ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടില്ല? ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. ദേ ആർ എസിമെട്രിക്. ഇനി റേഡിയൽ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി കട്ട് ദ ഓർഗാനിസംസ് ഇൻ എനി പ്ലെയിൻ വി ഗെറ്റ് ഈക്വൽ ഹാഫ്സ്. ഇവിടെ റേഡിയൽ സിമെട്രിയിൽ നമ്മൾ ഏതൊരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റേഡിയൽ സിമെട്രി. ദെൻ ബൈലാറ്ററൽ സിമെട്രി മീൻസ് വെൻ വി കട്ട് ദ ബോഡി ഇൻ ഓൺലി വൺ പ്ലെയിൻ വി ഗെറ്റ് ഐഡൻറ്റിക്കൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു പ്ലെയിന് മാത്രമേ ഉള്ളൂ. ഈ പ്ലെയിനിലെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിക്കൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കിട്ടുകയുള്ളൂ, അതായത് ഹാഫ്സ് കിട്ടുകയുള്ളൂ. ഇത്തരത്തിലുള്ള സിമെട്രി ഉള്ളവരാണ് ബൈലാറ്ററൽ സിമെട്രി. ഫൈലം പോരിഫെറ എസിമെട്രിക് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് സീലൻഡറേറ്റ, ടീനോഫോറ ആൻഡ് എക്കൈനോഡെർമേറ്റ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റേഡിയൽ സിമെട്രി. പ്ലാറ്റിഹെൽമിന്തിസ്, ആഷെൽമിന്തിസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോഡൈറ്റ ആൻഡ് കോഡൈറ്റ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബൈലാറ്ററൽ സിമെട്രി. നമുക്കൊന്ന് റിലീസാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്കൈനോഡെർമാറ്റ ഷോ ബോത്ത് ബൈലാറ്ററൽ ആസ് വെൽ ആസ് റേഡിയൽ സിമെട്രി. അതേപോലെ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൽ ഏതൊക്കെയാണ് പെടുന്നത്? ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഓർഗാനിസവും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരും ആരാണ്? പ്ലാറ്റിഹെൽമിന്തസ് മുതൽ അങ്ങോട്ടുള്ള ഓർഗാനിസം ആണ്. സോ ഓൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ഹാവ് ബൈലാറ്ററൽ സിമെട്രി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ഹ്യൂമൻസിനെ കുറിച്ച് നോക്കാം. ഹ്യൂമൻസിൽ എന്താണ്, ഏത് സിമെട്രി ആയിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബൈലാറ്ററൽ സിമെട്രി. അതായത് നമ്മുടെ ഒരേ ഒരു പ്ലെയിൻ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ളൂ. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഈക്വൽ, ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് ഐഡൻറ്റിക്കൽ റൈറ്റ് കിട്ടുകയുള്ളൂ. സോ ഹ്യൂമൻസ് ഹാവ് ബൈലാറ്ററൽ സിമെട്രി. ഡെർമാറ്റ ഷോസ് ബോത്ത് റേഡിയൽ ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. The next one is coelom, that is the body cavity. അപ്പോൾ ശരിക്കും സീലം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ ബോഡി കാവിറ്റി ലൈൻഡ് ബൈ മീസോഡേം. അപ്പോൾ സീലത്തിൻ്റെ ബേസിൽ നമ്മൾ ഓർഗാനിസത്തിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: എ സീലോമേറ്റ്, സീഡോസീലോമേറ്റ് ആൻഡ് ട്രൂ സീലോമേറ്റ്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. എ സീലോമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? A means absent, that is the absence of coelom indicate the acoelomate. And pseudo means false,
ഒരു ഫോൾസ് സീലമാണ് അത്തരത്തിലുള്ളവരിൽ ഉള്ളതെങ്കിൽ ആ ഓർഗാനിസംസ് സ്യൂഡോസീലോമേറ്റ്സിൽ പെടും. ഇനി ഒരു ട്രൂ സീലത്തിലുള്ളവരാണെങ്കിൽ ട്രൂ സീലോമേറ്റ്സ് അല്ലെങ്കിൽ യു സീലോമേറ്റ് അല്ലെങ്കിൽ സീലോമേറ്റ്സിൽ പെടും. അതായത് ട്രൂ സീലോമേറ്റ്സിനെ യു സീലോമേറ്റ്സ് എന്നും സീലോമേറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് എ സീലോമേറ്റ്സ്. ഇവർക്ക് എന്തില്ല, ഒരു ട്രൂ സീലം ഇല്ല. ഇനി സ്യൂഡോസീലോമേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരിൽ ഒരു സ്കാറ്റേർഡ് പൗച്ചസ് ഉണ്ടായിരിക്കും ഇവരുടെ സീലത്തിനുള്ളിൽ. അതേപോലെ ട്രൂ സീലോമേറ്റ്സിലാണെങ്കിൽ മീസോഡേമിൽ തന്നെ ലൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ട്രൂ. Phylum Porifera, Coelenterata, Ctenophora, Platyhelminthes are included in the Acoelomates. And Ascalminthus pseudocoelomate ആണ്. ആൻറ്റിലിഡ മുതൽ കോഡേറ്റ വരെയുള്ളവർ ട്രൂ സീലോമേറ്റ് ആണ്. ഒന്നും കൂടെ നോക്കാം. സ്യൂഡോസീലോമേറ്റ് ആയത് ഫാൾസ് സീലം ഉള്ള ഒരേ ഒരു ഫൈലമേ ഉള്ളൂ, വിച്ച് ഈസ് ആസ്കൽമിന്തസ്. ആസ്കൽമിന്തസിന് മുമ്പുള്ളവരൊക്കെ എ സീലോമേറ്റും അതിന് ശേഷമുള്ളവരൊക്കെ ട്രൂ സീലോമേറ്റ് ആണ്. പോറിഫെറ, സീലൻഡറേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ് എ സീലോമേറ്റും അന്നിലിഡ മുതൽ കോഡേറ്റ വരെയുള്ളവർ ട്രൂ സീലോമേറ്റും. നന്നായി മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹീമോസീലോമേറ്റ്സ് നമുക്ക് നോക്കാം. ഹീമോ മീൻസ് ബ്ലഡ്. അതായത് ഓർഗാനിസം ഹൂസ് ബോഡി ക്യാവിറ്റി ഈസ് ഫിൽഡ് വിത്ത് ബ്ലഡ് ആർ കോൾഡ് ഹീമോസീലോമേറ്റ്സ്. ഒരു എക്സാമ്പിൾ ആർത്രോപോഡ്സ് ആൻഡ് സം മൊളസ്ക, ഇവരൊക്കെ ഹീമോസീലോമേറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ഒരു നോട്ടും കൂടെ ഞാനിവിടെ പറയാം. ദീസ് ഓർഗാനിസംസ് ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഇത് ഓർത്ത് വെക്കാൻ നമുക്കിനി ആവശ്യമുണ്ട്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ് ഹീമോസീലോമേറ്റ്സിനുള്ളത്. എക്സാമ്പിൾ ആർത്രോപോഡ്സും മൊളസ്കയും. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെഗ്മെൻറ്റേഷനാണ്. ഇതിൽ പ്രത്യേകിച്ച് അധികം ഒന്നും പറയാനില്ല. അതായത് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പാർട്സ്. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻടു സെഗ്മെൻറ്റ്സ് either externally or internally is called segmentation or metamerization. അപ്പോൾ ഈ മെറ്റാമറിസം കാണിക്കുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ എർത്ത് വേം. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ആബ്സെൻ്റ് ആണ് പ്രസൻ്റ് ആണ് എന്നുള്ള ബേസിൽ ഓർഗാനിസത്തിന് നമുക്ക് രണ്ടായി തിരിക്കാം. ഫൈലം പോറിഫെറ, സീലൻറ്ററേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആസ്കെൽമിന്തസ്, മൊളസ്ക, എക്കാനോഡെർമറ്റ, ഹെമികോഡറ്റ. ഇവരിലൊന്നും സെഗ്മെൻറ്റേഷൻ ഇല്ല. അതായത് നമ്മൾ ഉള്ളത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അനിലിഡയിൽ സെഗ്മെൻറ്റേഷൻ ഉണ്ട്. എർത്ത് പെടുന്ന ആർത്രോപോഡയിലുണ്ട്. അതോടൊപ്പം തന്നെ ചില കോഡേറ്റ്സിൽ മാത്രം സെഗ്മെൻറ്റേഷൻ ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ അനിലിഡയിലും ആർത്രോപോഡയിലും അതോടൊപ്പം തന്നെ സം കോഡേറ്റ്സിലും ഈ സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണ്. അടുത്തതായി നോട്ടോകോഡാണ്. വാട്ട് ഈസ് എ നോട്ടോകോഡ്? നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ്-ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ സം ആൻഡ്. അതായത് നട്ടെല്ല്, നമുക്കൊക്കെയുള്ള നട്ടെല്ലിനെയാണ് നമ്മൾ നോട്ടോകോഡ് എന്ന് പറയുന്നത്. ആനിമൽസിൻ്റെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ നമ്മുടെ ഡോർസൽ സൈഡിലായിട്ടാണ് ഈ റോഡ്-ലൈക്ക് സ്ട്രക്ചർ കാണുന്നത്. ഈ നോട്ടോകോഡ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ ഇവർ രണ്ടായിട്ട് തിരിക്കാം. ദേ ആർ നോൺ കോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളവരെയാണ് കോഡേറ്റ്സ് എന്ന് പറയുന്നത്. നോൺ മീൻസ് നോട്ട്. നോട്ടോകോഡ് ആബ്സെൻ്റ് ആയിട്ടുള്ളവരെ നോൺ കോഡേറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആ ഫൈലത്തിൻ്റെ ആ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കോഡേറ്റ എന്ന് അവസാനിക്കുന്ന ഫൈലം ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോഡേറ്റ്സ്. ദേ ആർ ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. പോറിഫെറ മുതൽ ആർത്രോപോഡയുള്ള ഏതൊരു ഫൈലത്തിലും ഈ നോട്ടോകോഡ് ആബ്സെൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള നോട്ടോകോഡിനെ കുറിച്ച്. അടുത്തായി നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ച് പറയാം. ഇതേക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ സർക്കുലേറ്ററി സിസ്റ്റം ആർ ഓഫ് 2 ടൈപ്സ്, ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. അത് നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നോക്കാം. ഫൈലം പോറിഫെറ മുതൽ ആസ്കെൽമിന്തസ് വരെയുള്ള ഏത് ഫൈലത്തിലെ ഓർഗാനിസത്തിനും അല്ലെങ്കിൽ ഏത് ഫൈലത്തിലെ ആനിമലിനും സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല. ഫൈലം പോറിഫെറ മുതൽ ആസ്കെൽമിന്തസ് വരെയുള്ളവർക്ക് സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. മനസ്സിലായല്ലോ. അടുത്തതായി ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. ഇൻ ഓപ്പൺ ടൈപ്പ് ബ്ലഡ് ഈസ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദി ഹേർട്ട് ആൻഡ് the cells tissues are bathed in it directly. In closed type blood is pumped through vessels like arteries, veins and capillaries. Closed type
വെസൽസിലൂടെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. എന്നാൽ ഓപ്പൺ ടൈപ്പിൽ ഒരു ഓപ്പൺ ഫോമിൽ, അതായത് വെസൽസ് ഒന്നുമില്ല, ഹാർട്ടിൽ നിന്ന് നേരിട്ട് സെൽസിലേക്കും ടിഷ്യൂസിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഹീമോസിലോമേറ്റ്സ്. ഹീമോസിലോമേറ്റ്സ് ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ പറഞ്ഞിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഫൈലം മൊളസ്ക ആൻഡ് ആർത്രോപോഡ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഹീമോസിലോമേറ്റ്സ് ആൻഡ് ദേ ഹാവ് ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഓൾസോ എക്കൈനോഡെർമേറ്റയ്ക്കും ഹെമികോഡേറ്റയ്ക്കും ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ബാക്കിയുള്ള അനിലിഡയ്ക്കും കോഡേറ്റയ്ക്കുമാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ക്ലോസ്ഡ് ടൈപ്പ് അനിലിഡ, കോഡേറ്റ, പോറിഫെറ മുതൽ ആസ്കെലമന്തസ് വരെയുള്ളവർക്ക് ആബ്സെൻറ്റും, ബാക്കിയുള്ളവർക്ക് ഓപ്പൺ ടൈപ്പ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് അധികമായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും നോക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം ആർ ഓഫ് 2 ടൈപ്സ്, ദ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ദ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ പേര് പോലെ തന്നെ സിമ്പിളാണ്. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ലാത്തത്. Incomplete digestive system has a single opening to the outside which is serve as both mouth and anus. അതായത് മൗത്തായും ആനസായും സെർവ് ചെയ്യുന്നത് ഒരേ ഒരു ഓപ്പണിംഗ് ആയിരിക്കും. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരേ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ നിഡേറിയ പ്ലാറ്റിഹെൽമിന്തസ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാസ് 2 ഓപ്പണിംഗ്, മൗത്ത് ആൻഡ് ആനസ്. എക്സാമ്പിൾ എക്കൈനോഡെർമേറ്റ, കോഡേറ്റ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്ത പോരിഫെറയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇൻട്രാ സെല്ലാർ ഡൈജഷൻ, എക്സ്ട്രാ സെല്ലാർ ഡൈജഷൻ എന്നുള്ള വേർഡ്സ് കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ ഇത് പറയുന്നത്. ഇൻട്രാ സെല്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ, ഇൻട്രാ എന്ന് പറഞ്ഞാൽ അകത്ത്. സോ ഇൻട്രാ സെല്ലാർ ഡൈജഷൻ എന്നാണെങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഫുഡ് വാക്യൂൾ വിത്തിൻ ദ സെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫുഡ് വാക്യൂൾസിൻ്റെ ഉള്ളിലാണ് ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ പോറിഫെറ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ്റെ എക്സാമ്പിളാണ്. ഇനി എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെല്ലിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും ഡൈജഷൻ നടക്കുന്നത്. ഇപ്പം നിഡേറിയ, സിലിണ്ടറേറ്റ, പ്ലാറ്റിഹെൽമിന്തസ്, ആസ്കെലമിന്തസ് മുതലായവയ്ക്കൊക്കെ ബോത്ത് ഇൻട്രാ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ 11 ഫൈലും അതോടൊപ്പം തന്നെ 8 ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് നോക്കാം. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് പോറിഫെറയ്ക്ക്, നിഡേരിയയ്ക്ക് ടിഷ്യൂ ലെവൽ, ട്യൂനോഫോറയ്ക്കും ടിഷ്യൂ ലെവൽ, പ്ലാറ്റിഹെൽമിന്തസിന് ഓർഗാൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ആഷ്ഹെൽമിന്തസ് മുതൽ അങ്ങോട്ട് ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അടുത്തത് നമ്മൾ പ്ലാറ്റിഹെൽമിന്തസ് മുതൽ താഴോട്ട് വരെയുള്ളവർക്ക് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതോടൊപ്പം തന്നെ ബൈലാറ്ററൽ സിമെട്രി ആണ്. മനസ്സിലായല്ലോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓൾ ദ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ഹാവ് ബൈലാറ്ററൽ സിമെട്രി. ഇവിടെ എക്സെപ്ഷണൽ കേസായിട്ടുള്ളത് എക്കൈനോഡെർമേറ്റയാണ്. എക്കൈനോഡെർമേറ്റ ഷോസ് ബോത്ത് ബൈലാറ്ററൽ ആൻഡ് റേഡിയൽ സിമെട്രി. പിന്നീട് പോറിഫെറ എസിമെട്രിക് ആണ്, നിഡേറിയ റേഡിയൽ സിമെട്രിക് ആണ്, ട്യൂനോഫോറ റേഡിയൽ സിമെട്രിക് ആണ്. ഇവർ 3 എന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അടുത്ത സീലത്തിൻ്റെ പീസിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രിഡ്ജായിട്ട് നമ്മൾ കണ്ടത് ആസ്കെൽമിന്തസിനെയാണ്. ഈ ആസ്കെൽമിന്തസിന് എന്താണ്? സീഡോസീലോമേറ്റ് ആണ്. അതിന് മേലെയുള്ളവർക്ക് ഏസീലോമേറ്റും താഴെയുള്ളവർക്ക് ട്രൂസീലോമേറ്റും ആണ്. സെഗ്മെൻറ്റേഷന് പ്രസൻ്റ് ആയിട്ടുള്ളത് അനിലിഡയിലും ആർത്രോപോഡയിലും ആൻഡ് സം കോഡേറ്റയിലുമാണ്. അതേപോലെ നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഹെമികോഡേറ്റയിലും കോഡേറ്റയിലുമാണ്. അടുത്ത അവസാനത്തെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് നോക്കാം. സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യത്തെ 5 എണ്ണത്തിൽ സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. അതായത് ആസ്കെൽമിന്തസ് വരെയുള്ളവർക്ക് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ആബ്സെൻറ്റ്. പിന്നീട് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത് അനിലിഡയ്ക്കും കോഡേറ്റയ്ക്കുമാണ്. അതിനിടയിലുള്ള ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ എന്നിവർക്ക് ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അതിൽ തന്നെ ആർത്രോപോഡയും മൊളസ്കയും ദേ ഷോ ഹീമോസിലോമാറ്റ്. ഇത്രയും മനസ്സിലായല്ലോ? കൺസെപ്റ്റ് മനസ്സിലാക്കാനും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും തീർച്ചയായും ലെക്ചർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. പാർട്ട് 2 വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ഫ്രം എസ്കേസ്.